എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് പ്ലസിൻ്റെ 1363 ദിവസത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയതിന് പ്രിയപ്പെട്ട ജോർജ് സാറിനോടും ഉണ്ണികൃഷ്ണൻ സാറിനോടുമുള്ള എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കട്ടെ. താങ്ക് യു സാർസ്. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 24-ാം തീയതി. നമുക്കിന്നത്തെ തീമിലേക്ക് കടക്കാം. ഈ ചിത്രത്തിൽ രണ്ടാളുകൾ തലങ്ങും വിലങ്ങും ഓടുകയാണ്. ഇവർ ആധുനിക മനുഷ്യൻ്റെ പ്രതീകമാണ്, അതായത് നമ്മുടെ എല്ലാം. അവന് തിരക്കോടെ തിരക്കാണ്. എല്ലാ കാര്യങ്ങളും അതിവേഗത്തിൽ നടത്തിയെടുക്കണം. ഇപ്പോൾ സ്പീഡും പെർഫോമൻസും വിജയത്തിൻ്റെ അടയാളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഈ ഓട്ടം? എല്ലായിടത്തും ഒന്നാമനായി എത്തിച്ചേരണം, കൂടുതൽ പണം സമ്പാദിക്കണം, ഉയരങ്ങളിൽ എത്തിച്ചേരണം, ടാർഗറ്റുകളെല്ലാം ഒന്നൊന്നായി അച്ചീവ് ചെയ്യണം. ഇങ്ങനെ പോകുന്നു അതിനുള്ള റീസൺസ്. ഇതിനോടൊപ്പം ടെക്നോളജിയുടെ പുരോഗതി കൊണ്ട് എല്ലാം വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. സമയമില്ലാത്തവർക്ക് വേണ്ടി ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റ് യോഗ വരെ ഇന്ന് വിരൽത്തുമ്പിൽ അവൈലബിൾ ആണെന്ന് ഓർക്കുക. എന്നാൽ നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുമുള്ള ഉത്തരം എനിക്ക് ഭയങ്കര തിരക്കാണ്, അതിനൊന്നും സമയം കിട്ടുന്നില്ല, മാത്രമല്ല ഞാൻ വളരെയധികം സ്ട്രെസ്ഡ് ആണ് എന്നൊരു മറുപടിയാകും നമുക്ക് കിട്ടുക. സ്ട്രെസ്സിനെ പറ്റി പറയുമ്പോൾ ICICI ലൊംബാർഡിൻ്റെ ഇന്ത്യ വെൽനസ് 2023 പഠനം പറയുന്നു 77% ഇന്ത്യക്കാരും റെഗുലറായി സ്ട്രെസ് ഫേസ് ചെയ്യുന്നു എന്ന്. 77% എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയാണ്. ഈ സ്ട്രെസ് നമുക്ക് നൽകുന്നതോ പലതരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഹൈ BP, ഡയബറ്റിക്, ഹാർട്ട് ഡിസീസസ്, ഇവയെല്ലാം ആവും ഫലം. നമുക്കാകെയുള്ള ഈ ചെറിയ ജീവിതം സന്തോഷമായി ആസ്വദിച്ച് ജീവിക്കാതെ ഇങ്ങനെ സമ്മർദ്ദത്തിൽ ജീവിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിച്ചുകൂടെ? നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ആസ്വാദ്യകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന ഒരു ജീവിതചര്യയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സ്ലോ ലിവിങ്, ദ ബ്യൂട്ടി ഓഫ് സ്ലോ ലിവിങ്, അതായത് ജീവിതത്തിൻ്റെ സാവധാനത്തിലുള്ള ജീവിതത്തിൻ്റെ സൗന്ദര്യം. ഇവിടെ ഒരു സംശയം തോന്നിയേക്കാം, ഇത് മെല്ലപ്പോക്കാണോ അതോ അലസമായി ഇരിക്കുന്ന അവസ്ഥയാണോ എന്ന്. അതൊന്നുമല്ല. എന്താണ് സ്ലോ ലിവിങ് എന്ന് നമുക്ക് നോക്കാം. സ്ലോ ലിവിങ് ഈസ് എ മൈൻഡ്ഫുൾ അപ്രോച്ച് ടു ലൈഫ് ദാറ്റ് എൻകറേജസ് us to savor each moment, prioritize what truly matters, and embrace a more deliberate and intentional way of being എന്നാണ് ഡെഫിനിഷൻ പറയുന്നത്. ഇവിടെ 4 വാക്കുകൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡെലിബറേറ്റ് ആൻഡ് ഇൻറ്റൻഷണൽ, വാട്ട് ട്രൂലി മാറ്റേഴ്സ്, സേവർ ഈച്ച് മൊമെൻറ്റ്, മൈൻഡ്ഫുൾ അപ്രോച്ച്. ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ വേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ബോധപൂർവം ഒരു ജീവിതം തിരഞ്ഞെടുക്കുകയാണ്. മറ്റുള്ളവർ തിരഞ്ഞെടുക്കുന്ന ജീവിതമല്ല നമ്മൾ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ബോധപൂർവമായി നമ്മളൊരു ജീവിതം തിരഞ്ഞെടുത്തിട്ട് ഓരോ നിമിഷവും ആസ്വദിച്ച്, സേവർ ചെയ്തെന്ന് പറഞ്ഞാൽ ആസ്വദിച്ചുകൊണ്ട് ശ്രദ്ധാപൂർണതയോടെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതക്രമത്തിനെയാണ് സ്ലോ ലിവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം ആരാണെന്ന്, നമുക്ക് എന്താണെന്ന് വേണ്ടതും മനസ്സിലാക്കി ഇൻറ്റൻഷണലായിട്ട് ഓരോ നിമിഷവും അറിഞ്ഞാസ്വദിച്ച് മുന്നോട്ട് പോവുക എന്നർത്ഥം. 1980കളുടെ അവസാനം ഇറ്റലിയിൽ നിന്നാണ് സ്ലോ ലിവിങ് എന്ന ആശയത്തിൻ്റെ തുടക്കം. ഫാസ്റ്റ് ഫുഡ് കൾച്ചറിനെതിരെ ഒരു കൂട്ടം ആളുകൾ സംഘടിച്ച് സ്ലോ ഫുഡിനെ പ്രോത്സാഹിപ്പിക്കാനും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കണമെന്ന് പ്രചരിപ്പിക്കാനും വേസ്റ്റ് കുറയ്ക്കാനും പ്ലാസ്റ്റിക്കിനെതിരെയൊക്കെ ആയിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണത്. ഇന്നത് വളർന്നു പന്തലിച്ച് അതൊരു മഹാപ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലും ഇതിന് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സ്ലോ ലിവിങ്ങിൻ്റെ കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും സ്ലോ ലിവിങ്ങിൽ പറയുന്നത്? അല്ലെങ്കിൽ അവിടെ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളെ നമുക്ക് 4 പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം.
4 തൂണുകൾ. ഒന്നാമത്തത് ഇൻറ്റൻഷണൽ ആൻഡ് മൈൻഡ്ഫുൾ അപ്രോച്ച് ടു ലൈഫ്. ഇൻറ്റൻഷണൽ ലിവിങ് എന്നുള്ളത് നമുക്ക് വേറെ ക്ലാസ് കിട്ടിയിട്ടുള്ളതാണ് ജോർജ് സാറിൻ്റെ. ഇൻറ്റൻഷണൽ ലിവിങ് ഒരു കലയാണ്. മറ്റുള്ളവർ അവരുടെ ഇഷ്ടാനുസരണം നമ്മുടെ ജീവിതം വാർത്തെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ചോയ്സ് കൊണ്ട് നമ്മെ സൃഷ്ടിക്കുന്ന കല. നമുക്കെന്താണോ വേണ്ടത് അതായിത്തീരുന്നു. എന്നിട്ടോ അതിനെ ശ്രദ്ധയോടെ, ആ ജീവിതം ചൂസ് ചെയ്ത ജീവിതത്തെ ശ്രദ്ധയോടെ അറിഞ്ഞ് നടപ്പാക്കുകയാണ്. മൈൻഡ്ഫുള്ളായിട്ട് അതിനെ നടപ്പാക്കുന്നതാണ് ബേസിക്കായിട്ടുള്ള സ്ലോ ലിവിങ്ങിൻ്റെ ഒരു പില്ലർ. രണ്ടാമത്തെ പില്ലർ പറയുന്നു ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. അളവിനേക്കാൾ കൂടുതൽ നിലവാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കൂടുതൽ ഉണ്ടായിട്ട് കാര്യമില്ല, ഉള്ളത് ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നർത്ഥം. ഉദാഹരണത്തിന്, നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ, കഴിക്കുന്ന ഭക്ഷണം, നാം തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ, ഇവയെല്ലാം ക്വാളിറ്റി ഉള്ളതായാൽ ക്വാണ്ടിറ്റിക്ക് അവിടെ പ്രസക്തിയില്ല, ക്വാളിറ്റി ഉള്ളവ ആയിരിക്കണം എന്നർത്ഥം. മൂന്നാമത്തെ പില്ലർ പറയുന്നു ബാലൻസ് ആൻഡ് ഹാർമണി. ജീവിതം ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നർത്ഥം. നമ്മുടെ ജീവിതം ബാലൻസ്ഡ് ആയിട്ട് പോകണമെങ്കിൽ അത്യാവശ്യം 4 ഘടകങ്ങൾ ഒത്തുചേരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ സന്തുലനം ആവശ്യമുണ്ട്. ഒന്നാമതായി നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധി, ജീവനോപാധി അല്ലെങ്കിൽ ജോലി. രണ്ടാമത് നമ്മുടെ ആരോഗ്യം. മൂന്നാമതായി നമ്മുടെ കുടുംബം. നാലാമത്തത് നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധം. ഇവ ബാലൻസ്ഡ് ആവുമ്പോൾ നമ്മുടെ ജീവിതം ഹാർമോണിയസ് ആയി തടസ്സങ്ങളൊന്നുമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കും. എങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നില്ലാതായാലും കാര്യങ്ങൾ പ്രശ്നത്തിലേക്കാവും. ആരോഗ്യമുണ്ട്, കുടുംബമുണ്ട്, ബന്ധങ്ങളൊക്കെ ഉണ്ട്, ജോലി കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇല്ല എങ്കിൽ ബാലൻസ്ഡ് ലൈഫ് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് ആരോഗ്യമില്ല, എല്ലാം ഉണ്ട്, ആസ്വദിക്കാൻ നമുക്കാവുകയില്ല. അടുത്ത പില്ലറ് സസ്റ്റൈനബിൾ ലിവിങ് ആണ്. സസ്റ്റൈനബിൾ ലിവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചം മനുഷ്യർക്ക് മാത്രം ഉള്ളതല്ല. മനുഷ്യൻ ധരിച്ചു വയ്ക്കാറുണ്ട് അങ്ങനെ. ഇത് നമ്മളുടെ സഹജീവികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാം തുല്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സ്ഥലമാണ്. വരും തലമുറയ്ക്ക് കൂടി കരുതി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ പ്രകൃതിയുടെ വിഭവങ്ങൾ അനാവശ്യമായി ചൂഷണം ചെയ്യാതിരിക്കുക. മണ്ണിനെയും മരങ്ങളെയും ഒക്കെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മാലിന്യങ്ങൾ കുറയ്ക്കണം. വീട്ടിലേക്ക് വരുന്ന മാലിന്യങ്ങളാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മാലിന്യങ്ങളാണെങ്കിലും കഴിവതും അത് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്താൽ വളരെയധികം നന്നായിരിക്കും. അതുപോലെ നമ്മുടെ വാട്ടർ ബോഡീസ് എല്ലാം ക്ലീനായി സൂക്ഷിക്കാൻ നമുക്ക് അതിനകത്തൊരു ചെറിയ പങ്ക് വഹിക്കാൻ സാധിക്കും. ഇനി ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സ്ലോ ലിവിങ് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ: ഹെൽത്തി ലൈഫ് ആൻഡ് റെഡ്യൂസ്ഡ് സ്ട്രെസ്. നമുക്കിഷ്ടപ്പെട്ട ഒരു ജീവിതം നമ്മൾ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി, നമ്മൾക്ക് ഹാപ്പിനെസ് ആണെങ്കിൽ അതിലെത്തേണ്ട മാർഗങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും നമ്മുടെ ഹെൽത്ത് നന്നാവുന്നു, നമ്മുടെ സമ്മർദ്ദം കുറയുന്നു, സമ്മർദ്ദമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്കാവുന്നു എന്നർത്ഥം. സമ്മർദ്ദമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിലേഷൻഷിപ്സ് എല്ലാം നന്നാവുന്നു. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തോട് ഒരു മതിപ്പ് തോന്നിത്തുടങ്ങുന്നു. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യക്ഷമത കൂടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഈ ഓട്ടപ്പാച്ചിൽ ഈസി ആയിട്ട് പങ്കെടുക്കാൻ സാധിക്കും എന്നർത്ഥം. ഇനി നമുക്കിത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? സ്ലോ ലിവിങ്ങിൻ്റെ പ്രാക്ടീസ് പറയുമ്പോൾ ഇത് എങ്ങനെ ചെയ്യും, ഇതിന് നമുക്ക് സമയമുണ്ടോ എന്നൊരു സംശയം വരാം. ഇതിനൊക്കെ എവിടെയാണ് സമയം? നമ്മൾക്ക് സ്ലോ ലിവിങ് എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും? നമുക്ക് ധാരാളം സമയം സ്ലോ ലിവിങ് കഴിയുമ്പോൾ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് സെറ്റ് ബൗണ്ടറീസ് ആൻഡ് ലേൺ ടു സേ നോ. ഇന്ന് നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സാങ്കേതിക വിദ്യയോടൊപ്പമാണ്. രാവിലെ മൊബൈലിൽ നിന്ന് ഒരു അലാറം കേട്ട് എഴുന്നേൽക്കുന്നു. ഓഫീസിൽ പോയാലും ജോലി സ്ഥലത്താണെങ്കിലും ടെക്നോളജിയാണ് നമുക്ക് എപ്പോഴും കൂട്ടിനുള്ളത്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, മ്യൂസിക്,
അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ്റെ ഒരു ഫ്ലഡിങ് തന്നെയാണ് നടക്കുന്നത്. അതിൽ നമുക്ക് ആവശ്യമുള്ളവയെ ചൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചൂസി ആവുകയാണെങ്കിൽ, സെലക്റ്റീവ് ആവുകയാണെങ്കിൽ, നമ്മുടെ വിലപ്പെട്ട സമയവും ഊർജവും നഷ്ടപ്പെടാതെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഒരു ബൗണ്ടറി ഉണ്ടാക്കാൻ സാധിക്കും. അത് അത്യാവശ്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് ഇവിടെ തന്നെ നിങ്ങൾക്ക് ധാരാളം സമയം ലാഭിക്കാനും സാധിക്കുന്നു എന്നർത്ഥം. അതുപോലെ തന്നെയാണ് നോ പറയാൻ പഠിക്കണം. വേണ്ടുന്ന സ്ഥലങ്ങളിൽ അസർട്ടീവ് ആവണം. എല്ലാ കാര്യങ്ങളും പോയി കമ്മിറ്റ് ചെയ്യാതെ, കമ്മിറ്റ് ചെയ്തിട്ട് നടക്കാതെ വരുമ്പോൾ സമ്മർദ്ദത്തിലാവാതെ പറ്റാത്ത കാര്യങ്ങൾക്ക് വളരെ പൊളൈറ്റായിട്ട് നോ പറയാൻ നമുക്ക് പഠിക്കാം. അടുത്ത ഒരു ടിപ്പാണ് പ്രയോറിറ്റൈസ് സെൽഫ് കെയർ ആൻഡ് വെൽബീയിങ്. നാം പലപ്പോഴും മാറ്റിവെക്കുന്ന ഒരു പ്രവൃത്തിയാണ് സെൽഫ് കെയർ. എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതാണ് അവനവനെക്കുറിച്ചുള്ള ചിന്ത. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വയം പരിചരണം ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇവിടെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആരോഗ്യത്തോടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ട വ്യായാമങ്ങൾ, യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള എക്സർസൈസുകൾ ചെയ്യാം. നല്ല ഉറക്കം വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ഉറങ്ങേണ്ടതായിട്ടുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാം. ഇവയെല്ലാം മുടക്കം കൂടാതെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതും പ്രാക്ടീസിനകത്ത് വരുന്ന ഒരു ടിപ്പാണ്. സിംപ്ലിഫൈ ആൻഡ് ഡീക്ലട്ടർ യുവർ എൻവയോൺമെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടിക്കൽ ടിപ്പാണ്. നമുക്ക് ഉള്ള നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കണം. അത് നമ്മുടെ ഓഫീസാവട്ടെ, താമസിക്കുന്ന വീടാകട്ടെ, വൃത്തിയായും വെടിപ്പായും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് മിനിമലിസം പ്രാക്ടീസ് ചെയ്യാം. ആവശ്യമുള്ളത് മാത്രം മതി, ആവശ്യമില്ലാത്തതിനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കും ഓഫീസിലേക്കും കൊണ്ടുവരാതിരിക്കുക. വീടുകളിലും ജോലിസ്ഥലത്തുമൊക്കെ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ നമുക്ക് അപ്പോൾ ഒഴിവാക്കാൻ സാധിക്കണം. അങ്ങനെ അവയെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ സിമ്പിളായി മാറുന്നു, അടുക്കും ചിട്ടയും ഉണ്ടാവും. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ അലമാരയിലൊക്കെ ഇരിക്കുന്ന ആവശ്യമില്ലാതിരിക്കുന്ന സാധനങ്ങളെ സോർട്ട് ചെയ്ത് ഡിസ്കാർഡ് ചെയ്യേണ്ടവയെ ഡിസ്കാർഡ് ചെയ്യാം, ഡൊണേറ്റ് ചെയ്യേണ്ടവയെ ഡൊണേറ്റ് ചെയ്യാം, സൂക്ഷിക്കേണ്ടവയെ സൂക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കൾട്ടിവേറ്റ് മീനിങ്ഫുൾ റിലേഷൻഷിപ്സ് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഫാമിലിയിലെ റിലേഷൻഷിപ്പ് നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മുടെ സമയം, അതിൽ നിന്ന് കുറച്ച് സമയം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മെ സ്നേഹിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്നവരുമായി പങ്കുവയ്ക്കണം. അത് ക്വാളിറ്റി ടൈം ആയിരിക്കണം. പ്രത്യേകിച്ചും കുട്ടികളോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഒരു ഔട്ടിങ്ങിനൊക്കെ പോകാം. ഒരു വീക്കെൻഡ് ഔട്ടിങ്ങൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ഇൻകോർപ്പറേറ്റ് മൈൻഡ്ഫുൾ പ്രാക്ടീസസ്. ഇവിടെ ഏറ്റവും നമുക്ക് ഈസി ആയിട്ടും വേഗത്തിലും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരം. സ്ലോ ലിവിങ് ഏറ്റവും എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. നാം കഴിക്കുന്ന ഭക്ഷണം അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കുക. അതിൻ്റെ നിറം, രുചി എല്ലാം അറിഞ്ഞ് സാവധാനം കഴിച്ചു തുടങ്ങിയാൽ അത് തന്നെ സ്ലോ ലിവിങ്ങിൻ്റെ ഒരു പ്രാക്ടീസായിട്ട് നമുക്ക് തുടങ്ങാം. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാകട്ടെ, നമ്മൾ നടക്കുമ്പോഴാകട്ടെ, നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴാകട്ടെ, നമുക്കത് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് കുറേ അധികം ക്ലാസ്സുകൾ കിട്ടിയിട്ടുള്ളതാണ്. ദിവസേന മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതും സ്ലോ ലിവിങ്ങിലേക്കും സമാധാനമായി ജീവിക്കാനും നമ്മളെ സഹായിക്കുന്നു. ലാവോട്സുവിൻ്റെ ഒരു കോട്ട് നോക്കാം. നേച്ചർ ഡസ് നോട്ട് ഹറി യെറ്റ് എവറിത്തിങ് ഈസ് അക്കംപ്ലിഷ്ഡ്. ഈ പ്രകൃതി ഒന്നിനും ധൃതി പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നിനും വെപ്രാള പിടിക്കുന്നില്ല, എങ്കിലും എല്ലാ കാര്യങ്ങളും നിറവേറ്റപ്പെടുന്നു എന്ന് പറയുന്നു. ചൈനീസ് ചിന്തകനായിട്ടുള്ള ലാവോട്സു പറഞ്ഞിട്ടുള്ളതാണ്. സത്യമല്ലേ?
പ്രകൃതിക്ക് അതിൻ്റേതായ താളമുണ്ട്, അതിൻ്റേതായ സമയമുണ്ട്, കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുകയും ചെയ്യുന്നു. ഒരു പൂമൊട്ട് വിരിയുന്നതിന് അതിൻ്റേതായ ഒരു സമയമുണ്ട്, ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നതിന് അതിൻ്റേതായ സമയമുണ്ട്, രാത്രി പകലാകാൻ അതിന് വേണ്ട സമയമുണ്ട്, താളക്രമമുണ്ട്, സീസൺസ് മാറുന്നതും എല്ലാം അതേപോലെയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ നമുക്ക് നോക്കിക്കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഇത് പകർത്താൻ സാധിക്കും. പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേർന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ ശരീരത്തിനും മനസ്സിനും വളരെയധികം സന്തോഷവും സമാധാനവും റിലാക്സേഷനും കിട്ടും എന്നർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഒരു മെഡിറ്റേഷനിലേക്ക് കിടക്കാം. ധ്യാനാത്മകമായിരുന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാം.